ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ മനസ്സുകൊണ്ട് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് റിവീൽ, ഓവർവെൽഡ്, ആബ്സെൻസ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരുടെ എനർജീസ്, അവരുടെ സന്തോഷങ്ങൾ എല്ലാം അവരിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ചിലപ്പോൾ നോ കോണ്ടാക്ട് എനർജി ആയിരിക്കാം. ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരുപാട് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന എനർജിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു സമയത്താണ് അവർക്ക് നിങ്ങളെ കൂടുതലായിട്ട് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആബ്സെൻസ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ ഒരു വാല്യൂ ഇവർ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഇവർ നൽകണം എന്നുള്ളത്. ആ ഒരു കാര്യം തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്താണ് അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു പേഴ്സൺ പല സത്യങ്ങളും പല കാര്യങ്ങളും ആ ഒരു സത്യമായ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് റിവീൽ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. അതിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ തള്ളിയിട്ടിട്ട് ഇവർ മാറിപ്പോയിട്ടൊക്കെ ഉണ്ടായിരിക്കാം, ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിൻ്റെതായ ഒരു സത്യാവസ്ഥ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ അവരിത് മുന്നോട്ടേക്ക് കൊണ്ടു നടക്കുന്ന ഓരോ നിമിഷവും ഇപ്പോ അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ ഈ ഒരു സത്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് റിവീൽ ചെയ്യേണ്ട സമയമാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ.